ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പാലക്കാട് ഭാഗത്ത് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാൻ എവിടെ ചേച്ചി ഏത് റോഡിലാണത്? അതായത് ഒരു ഷൂട്ടിൻ്റെ ആവശ്യത്തിന് വന്നതാണ്. ഓണം ഷൂട്ടാണ്. പാലക്കാട് ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോണ വഴിയാണ്. ഇന്ന് എറണാകുളം ഹോൾട്ടാണ്. പക്ഷേ ഓൺ ദ വേ ഇപ്പോൾ എന്തായാലും നമ്മൾ ഓണക്കാലത്തേക്ക് കയറുകയല്ലേ, അപ്പോൾ കുറേ തയ്യാറെടുപ്പുകളൊക്കെ വേണ്ടേ. അപ്പോൾ ഞാനിങ്ങനെ യാത്രയൊക്കെ ആയതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പോകുന്ന വഴിക്കുമൊക്കെ കാണുമ്പോൾ വാങ്ങും, കുറച്ച് ഷോപ്പിങ് അങ്ങനത്തെ കാര്യം. അപ്പോൾ ഇപ്പോൾ ആലത്തൂർ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ചിപ്സ് ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് കുറച്ച് ചിപ്സ് മേടിക്കണം, ബനാന ചിപ്സ്. അതും കൂടി മേടിച്ചിട്ട് പോകാം. അപ്പോൾ ഓൺ ദ വേ പല പല കാര്യങ്ങൾ വാങ്ങിക്കുന്നു. ഇപ്പോൾ ആദ്യം ചിപ്സിൽ തന്നെ, ഓണം എന്ന് പറഞ്ഞാൽ ചിപ്സൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ, അങ്ങോട്ട് പോകാൻ. കാർ അവിടെ പാർക്ക് ചെയ്തിട്ട്, ഇവിടെ പാർക്കിംഗ് ഇഷ്യൂ ആണല്ലോ, എന്നിട്ട് നടന്നു പോകാം. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വറുത്തോണ്ടിരിക്കും അല്ലേ? വൈകുന്നേരം 10 മണി വരെ. രാവിലെ 10:30 ടു ഈവനിങ് 10 o'clock വരെ ഇതിങ്ങനെ വറുത്തോണ്ടേയിരിക്കും. ഓണമായിട്ട് അത്രയും ഡിമാൻഡാണ്. ആണോ? ആണല്ലേ? അപ്പോൾ ഓണക്കാലമല്ലേ, നമുക്ക് വാങ്ങിയിട്ട് തന്നെ പോകാം. അപ്പോൾ ചിപ്സ്, ബനാന ചിപ്സ് വാങ്ങാം. അങ്ങനെ പാലക്കാട് വിടുന്നു. ആലത്തൂരിൽ നിന്ന് ചിപ്സും ഒക്കെ മേടിച്ച് കഴിഞ്ഞു. ഇനി നേരെ കൊച്ചിയിലേക്കാണ്. അപ്പോൾ ഇന്ന് കൊച്ചി ഹോൾട്ട്, നാളെ ട്രിവാൻഡ്രം പോകും. അപ്പോൾ ഇനി കൊച്ചി ചെന്നിട്ട് കുറേ കാര്യങ്ങളുണ്ട്, കുറച്ച് ഷോപ്പിങ്ങും ബാക്കി വിശേഷങ്ങളൊക്കെ, അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അങ്ങനെ പാലക്കാട് നിന്ന് ട്രാവൽ ചെയ്ത് കൊച്ചി എത്തിക്കഴിഞ്ഞു. ഇവിടെയും കുറച്ച് കാര്യങ്ങൾ വാങ്ങാനുണ്ട്. അപ്പോൾ ഞാനൊരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്, ഒരു ചെറിയൊരു ഹൈപ്പർ മാർക്കറ്റ്. അകത്തേക്ക് കയറിയിട്ട് ഇന്ന് കൊച്ചിയിലാണല്ലോ, അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള പ്ലാനുണ്ട്. അപ്പോൾ മേടിച്ചിട്ട് നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാം. അങ്ങനെ തിരിച്ച് നമ്മുടെ സെക്കൻഡ് ഹോമിലെത്തിയിരിക്കുവാണ്. ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. ഓൺ ദ വേ ഷോപ്പിംഗ്, കൊച്ചിയിൽ വന്നുള്ള ഷോപ്പിങ്ങും കുറേ കാര്യങ്ങളൊക്കെ മേടിച്ചു കേട്ടോ. അപ്പോൾ വന്ന ഉടനെ തന്നെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വന്നിട്ട് കുളിയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഫ്രഷ് ആയിട്ട് വന്ന് നിൽക്കുകയാണ്. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചത്, നമ്മളിപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകളാണല്ലോ. ഓണത്തിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ ഓണം എത്തിയിട്ടില്ല, ഓണത്തിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തയ്യാറാക്കി തുടങ്ങും. അതിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വറുവല് സാധനങ്ങൾ, പിന്നെ എന്താ പറയുക, സ്നാക്സ് നേരത്തെ ഉണ്ടാക്കി സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഓണത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. കാര്യം ബന്ധുക്കൾ വരും, സുഹൃത്തുക്കൾ വരും. ഈ സമയങ്ങളിൽ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന സമയമല്ലേ. അപ്പം മാത്രമല്ല വെക്കേഷൻ ടൈമാണ്, കുട്ടികൾ വീട്ടിൽ വരുന്ന സമയമായിരിക്കും. അപ്പോൾ എല്ലാ വീട്ടിലും ഇങ്ങനെ അമ്മമാർക്കും മുത്തശ്ശിമാർക്കും എല്ലാവർക്കും ഉണ്ടാക്കി വയ്ക്കാൻ വലിയ ഇഷ്ടമായിരിക്കും പലഹാരങ്ങൾ. അതുപോലെ ഒരു പലഹാരം ഉണ്ടാക്കുന്നു. ഞാനിത് നേരത്തെ കാണിച്ചു തന്നിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ വ്യത്യസ്തമായൊരു വേർഷനാണ്, അതായത് ട്വിസ്റ്റോട് കൂടി ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പോയി മേടിച്ചിട്ട് വന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഞാനിപ്പോൾ സെക്കൻഡ് ഹോം, എന്തായാലും ഞാൻ ഒരു സമയം പോലും കളയുന്ന ആളല്ലോ. അപ്പോൾ സെക്കൻഡ് ഹോമിൽ വന്നിട്ട് ഇന്ന് ഇവിടെ വെച്ചിട്ട് ഞാനിങ്ങനെ പെട്ടെന്ന് ആലോചിച്ചു, വരുന്ന വഴിക്ക് തന്നെ വൈ നോട്ട് ഇവിടെ നിന്ന് കുറച്ച് സ്നാക്കെല്ലാം ഉണ്ടാക്കി വീട്ടിൽ കൊണ്ടുപോയി പിള്ളേരെ ഒന്ന് സർപ്രൈസ് ചെയ്താലോ. എന്തായാലും എൻ്റെ കുട്ടിയും വിഷ്ണുവൊക്കെ അവിടെ ഉണ്ടല്ലോ, ഒരു വെറൈറ്റി ഡിഷായിട്ട് പോകാൻ വിചാരിച്ചു. ഓക്കെ, അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. അതായത് നമ്മളൊരു മുന്തിരിക്കൊത്തിൻ്റെ മറ്റൊരു വേർഷനാണ് ചെയ്യുന്നത്. ഇത് കേടാകാണ്ടിരിക്കും, നമ്മൾ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം. ഇതിൻ്റെ പേര് മുന്തിരിക്കൊത്ത് റോൾസ്. ഓക്കെ, അപ്പോൾ ചെറുപയർ ഇവിടെ റെഡിയാണ്, ശർക്കരയുണ്ട്, തേങ്ങയുണ്ട്, ഏലക്കാപ്പൊടി, ഇതൊക്കെ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇനി ചെയ്യേണ്ടത് 1 by 1. ആദ്യം ശർക്കര ഉരുക്കാൻ വയ്ക്കാം, അത് കഴിഞ്ഞിട്ട് തേങ്ങ വറുക്കാം, പിന്നെ ചെറുപയർ വറുക്കാം, എന്നിട്ട് വറുത്ത് പൊടിക്കാം, എന്നിട്ടെല്ലാം കൂടി ഒരു മിക്സിങ് കാര്യങ്ങൾ, എന്നിട്ടാണ് നമ്മൾ അടുത്ത അതിൻ്റെ ഒരു ട്വിസ്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ട്വിസ്റ്റ് നിങ്ങൾ കാണാൻ പോകണു. മുന്തിരിക്കൊത്തല്ല ശരിക്കുള്ള മുന്തിരിക്കൊത്ത് റോൾസാണ്. സ്വിറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഡക്റ്റ് കൂടി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് സമോസ ഷീറ്റ്സ്, അതുപോലെ സ്പ്രിംഗ് റോൾ ഷീറ്റ്സ്, ഇതെല്ലാം തന്നെ സ്വിറ്റ്സിൻ്റെ ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് കിട്ടും. എളുപ്പമല്ലേ. ഞാനിപ്പോൾ വന്ന വഴിക്ക് ഒരു ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കടയിൽ കയറിയല്ലോ, ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഞാൻ അവിടെ നിന്ന് ഇതും കൂടി മേടിച്ചിട്ടാണ് വന്നത്. നിങ്ങൾ കണ്ടതല്ലേ ഞാൻ ആ ഷോപ്പിൽ കയറിയത്. അപ്പോൾ അത് എൻ്റെ മനസ്സിൽ അപ്പോഴേ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു ട്വിസ്റ്റോട് കൂടി ഒരു പുതിയ പലഹാരമാക്കി മാറ്റുകയാണെന്ന് നമ്മുടെ മുന്തിരിക്കൊത്തിനെ. അതുകൊണ്ട് മുന്തിരിക്കൊത്ത് സ്പ്രിംഗ് റോൾസ്. അപ്പോൾ സ്വിറ്റ്സിൻ്റെ
സ്പ്രിംഗ് റോൾ ഡോ ഷീറ്റ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പോകും. പിന്നെ ഇത് എവിടെയും വാങ്ങാൻ കിട്ടും, ഓൾമോസ്റ്റ് എല്ലാ കടകളിലും തന്നെയുണ്ട്. ഇനി സൂപ്പർ മാർക്കറ്റ്സ് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി, എന്തായാലും കിട്ടും സ്വിറ്റ്സിൻ്റെ ഡോ ഷീറ്റ്സ്. അപ്പോൾ സ്പ്രിംഗ് റോൾ ടൈപ്പ് ആണെങ്കിൽ അങ്ങനെ, അല്ല സമൂസ ഷീറ്റ്സ് ആണെങ്കിൽ അങ്ങനെ, ആ ഷേപ്പ് അനുസരിച്ച് വാങ്ങിക്കാൻ പറ്റും. വാങ്ങിച്ച് നമുക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ വെച്ചേക്കാൻ ചെയ്യാം, നേരത്തെ തന്നെ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ച് വയ്ക്കാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ശർക്കര ആദ്യം കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ പൊട്ടിച്ച് വെച്ചതാണ്. ഇതിപ്പോൾ 2 വലിയ ഉണ്ട് ശർക്കര, അതാണ് റെഡിയാക്കി വെച്ചത്. അതിൻ്റെ കൂടെ 1 കപ്പ് വെള്ളം, എന്നിട്ട് തീ കത്തിച്ച് കൊടുക്കുക, ഉരുക്കിയെടുക്കുക. ഒരു നൂൽ പാകൊന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് ഉരുകിയാൽ മാത്രം മതി. പെർഫെക്റ്റ്. അപ്പോൾ ഇപ്പുറത്തെ അടുപ്പിൽ പയർ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇത് 1/2 കിലോ ചെറുപയറാണ്, കറക്റ്റ് 1/2 കിലോ ഉണ്ട്. അത് അത്യാവശ്യം ഒന്ന് ഒരുപാട് കളർ മാറേണ്ട ആവശ്യമില്ല, അല്ലാണ്ടൊന്ന് വറുത്തെടുക്കാം. ഡ്രൈ റോസ്റ്റ് വെച്ച് ആ അടുപ്പും കൂടി ഒന്ന് കത്തിച്ചു കൊടുക്കാം. പയർ നോക്കിയേ, ഇപ്പോൾ പാകത്തിന് മൂത്തിട്ടുണ്ട്. ഒരുപാട് ബ്രൗൺ ആകണ്ട, പക്ഷേ നല്ലൊരു മൂത്ത മണമൊക്കെ വന്നു തുടങ്ങി. ഇത്രയും മതി. ഇനി ഇത് ഈ പാത്രത്തിൽ നിന്നും മാറ്റാം, എന്നിട്ട് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്തിട്ടാണ് നമ്മളത് തരിതരിപ്പടി ചെറിയ തരികളോടുകൂടിയാണ് പൊടിച്ചെടുക്കേണ്ടത്. അപ്പോൾ പയർ ഇവിടെ റെഡിയാണ്. അത് ഇപ്പുറത്തെ സൈഡിൽ നോക്കിയേ, ശർക്കര നല്ല ഉരുകി പതയായിട്ട് ഇങ്ങനെ മുകളിലേക്ക് വരും. നോക്കിയേ, ഇത് ഒരു നൂൽ പാകം ഒന്നും ആകണ്ട, ജസ്റ്റ് ഒന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതി. തീ ഓഫ് ചെയ്യാം. ഇത് അധികം അഴുക്കൊന്നും ഇല്ലാത്ത ശർക്കരയായിരുന്നു, ജസ്റ്റ് ഒന്ന് അരിച്ചാൽ മാത്രം മതി. പതയിലൊന്നും അഴുക്കില്ല. തീ ഓഫ് ചെയ്യുന്നു. അപ്പോൾ ശർക്കരയും റെഡി, ശർക്കര ഉരുക്കിയത്. അപ്പോൾ ശർക്കര വെള്ളം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇത് അല്പം ഒന്ന് തണുത്തിട്ട് ഒരുവിധം നന്നായിട്ട് തണുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ വീണ്ടും ഞാൻ പാത്രം അടുപ്പിലേക്ക് വെച്ചു, തീ കത്തിച്ച് കൊടുത്തു. ഇനി 2.5 കപ്പ് തേങ്ങ ചിരകിയത്. അപ്പോൾ ഈ 2.5 കപ്പ് തേങ്ങ ചിരകിയതും കൂടി നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ ചമ്മന്തി പൊടിക്കൊക്കെ മൂപ്പിക്കില്ലേ, അതുപോലെ. അതും നമ്മുടെ ഈ പലഹാരത്തിൻ്റെ കൂടെ മിക്സ് ചെയ്യാനാണ്. നമ്മുടെ തേങ്ങയൊക്കെ പാകത്തിന് മൂത്ത് തുടങ്ങി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ, അതാണ് വേണ്ടത്. ഏകദേശമായി കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവയ്ക്കുകയാണേ. അതായത് തേങ്ങ നല്ല കരുകരുപ്പായിട്ട് വറുത്തത്, നല്ല ഇങ്ങനെ ഇരിക്കുന്നു ഗോൾഡൻ ബ്രൗൺ. പയർ ഏതാണ്ട് തണുത്ത് കഴിഞ്ഞു വറുത്തത്. ശർക്കര ഉരുക്കിയത് ഇവിടെ റെഡിയാണ്. ഇനി പയറൊന്ന് പൊടിക്കണം. ഏലക്കാപ്പൊടി ഓൾറെഡി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പയർ നമ്മൾ സാധാരണ മിക്സിയിൽ ഇട്ടിട്ട് 2 പ്രാവശ്യമായിട്ടിട്ട് പൊടിച്ചെടുക്കുക. പൊടിക്കാന്ന് വെച്ചാൽ ഫൈൻ പൗഡറല്ല, ഒരു തരിതരിപ്പായിട്ട്, എന്നാൽ ഒരുപാട് തരി ഉണ്ടാവാനും പാടില്ല, ആ രീതിയിൽ പൊടിച്ചെടുക്കാം. ഫസ്റ്റ് ലോട്ട് പൊടിച്ച് കഴിഞ്ഞു. ഇനി ബാക്കി ഇരിക്കുന്നതും കൂടി ഇതേപോലെ പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഫൈൻ പൗഡർ അല്ല കേട്ടോ, കുറച്ച് തരി വേണം, ആ രീതിയിൽ എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി. ഇനി നമ്മുടെ ഫൈനൽ മിക്സിങ്. പിന്നെ ഇത് റോൾസാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ മുന്തിരിക്കൊത്ത് റൗണ്ട് ഷേപ്പ് അല്ല, ദിസ് ഇസ് എ റോൾ. ഇത് കുറച്ചുകൂടെ ഈസി വേ ആണ്. അതിൻ്റെ ട്വിസ്റ്റ് വരാൻ പോകുന്നതേ ഉള്ളൂ, അത് അടുത്ത സ്റ്റേജാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ശർക്കരയും കൂടി ഒന്ന് അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മിക്സിംഗ് ബൗളെല്ലാം ഞാനിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി മിക്സിംഗ് എല്ലാം നമുക്ക് ഇവിടെ വെച്ച് തന്നെ ചെയ്യാം. തേങ്ങ വറുത്തത് ഇവിടെ റെഡി. പിന്നെ അതുപോലെ ഇതാണൊരു പാകം, പയറിൻ്റെ ആ ഒരു ചെറിയ തരിയോട് കൂടിയുള്ള പാകം. പിന്നെ ശർക്കര. അപ്പോൾ ശർക്കര നമ്മളിങ്ങനെ ഉരുക്കിയത്, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു നൂൽ പാകമല്ല, വളരെ ശ്രദ്ധിക്കണം ആ കാര്യം. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണത്. കാര്യം വെറുതെ ഉരുക്കിയാൽ മാത്രം മതി. അപ്പോൾ ശർക്കര വെള്ളം എന്ന് തന്നെ പറയാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡിയാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ശർക്കരയുടെ ആ ഒരു പാകം ഒരു നൂൽ പാകമല്ല, ജസ്റ്റ് ഉരുക്കിയാൽ മതി. ഇനി ഇതിൻ്റെ ഒരു മിക്സിങ്ങാണ്. ആദ്യം നമ്മൾ പയർ പൊടിച്ചതും പിന്നെ അതുപോലെ തേങ്ങ വറുത്തതും കൂടി ആദ്യം ഒന്ന് മിക്സ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ശർക്കര വെള്ളം കുറേശ്ശെ ആവശ്യാനുസരണം ഒഴിച്ചിട്ട്, ഓൾമോസ്റ്റ് ഇത്രയും തന്നെ വേണ്ടി വരും. ഇത് ഏകദേശം 2 കപ്പുണ്ട്. കുറേശ്ശെ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഇച്ചിരി ഏലക്കാപ്പൊടിയും കൂടി ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം, മിക്സ് ചെയ്തെടുക്കാം. നമുക്കിങ്ങനെ കൈകൊണ്ട് ഉരുട്ടാൻ പറ്റുന്നൊരു പാകമാകണം, അത്രേ ആവശ്യമുള്ളൂ. വെള്ളം കൂടി പോകാൻ പാടില്ല, കറക്റ്റ് ആയിരിക്കണം, ഒരുപാട് ഡ്രൈ ആകാനും പാടില്ല. അപ്പോൾ ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ 1/2 കിലോ ആണ്. ഇനി ഇതിനകത്തേക്ക് വറുത്ത തേങ്ങ, ഇത് 2.5 കപ്പ് തേങ്ങയാണ് ഞാൻ വറുത്ത് എടുത്തത്, അതും ചേർത്തു.
ഇനി ഒരു മിക്സിങ്, എല്ലാം കൂടി നന്നായിട്ട് യോജിക്കട്ടെ. ഇനി ഈ സമയത്ത് തന്നെ വേണമെങ്കിലും ഏലക്കാപ്പൊടി ചേർക്കാം, അതല്ല ശർക്കര ഒഴിക്കുന്ന സമയത്ത് ചേർത്താലും ഓക്കെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോഴേ ചേർക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈവൻ ഡിസ്ട്രിബ്യൂഷൻ 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്. പയറുപൊടിയും ഏലക്കാപ്പൊടിയും എല്ലാം ഈക്വലായിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ മിക്സായി കിട്ടണം. ഈക്വൽ ഡിസ്ട്രിബ്യൂഷനാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മളൊന്നിച്ചാക്കിയില്ലേ, നന്നായിട്ട് എല്ലാ കാര്യങ്ങളും, അതായത് പയറുപൊടിയാണെങ്കിലും തേങ്ങ വറുത്തതാണെങ്കിലും ഏലക്കയാണെങ്കിലും എല്ലാം ഈക്വലായിട്ട് എല്ലാ ഭാഗത്തേക്കും എല്ലാം ഒരുപോലെ യോജിച്ച് കിട്ടി. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചത് കുറേശ്ശെ ഒഴിക്കാം. എന്നിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് നോക്കുക. നമുക്ക് ആവശ്യാനുസരണമാണ് ശർക്കരയുടെ വെള്ളം എന്ന് തന്നെ ഞാൻ പറയുന്നത്, ശർക്കര ഉരുക്കിയത് ഒഴിക്കുന്നത്. അപ്പോൾ ഇത് പോരാ, കുറച്ചുകൂടി വേണമെങ്കിൽ ഒഴിക്കാം. അത്യാവശ്യം ടൈറ്റായിട്ട് കിട്ടണം. ഒരുപാട് ലൂസും ആകരുത്, ഒരുപാട് ഡ്രൈയും ആകാൻ പാടില്ല. ഏകദേശം റെഡിയായി എന്ന് പറയാം. അപ്പോൾ എത്ര വേണം എന്നുള്ളത് നമ്മളിങ്ങനെ കൈകൊണ്ട് എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ റെഡിയായി എന്ന് തന്നെ പറയാം. കറക്റ്റായി, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എല്ലാം കറക്റ്റ്. ഇപ്പോൾ നോക്കിയേ, ഈ രീതിയിലേക്ക് ആയിക്കഴിഞ്ഞു. ഈ ഒരു കൺസിസ്റ്റൻസി, അതായത് നമുക്കിങ്ങനെ എടുത്ത് ഷേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം കൂടി ചെയ്തിട്ട് തുടങ്ങാം. അതായത് സൈഡ്സ് ഇങ്ങനെ ഒട്ടിക്കാനായിട്ട് കുറച്ച് മൈദ മാവ് അല്ലെങ്കിൽ ഗോതമ്പ് മാവ് കൊണ്ട് ഒരു തിക്ക് പേസ്റ്റ് ഉണ്ടാക്കി വെക്കാം, ഒരു പശ മാതിരി. അത് വെച്ചിട്ട് നമുക്ക് എൻഡ് ഇങ്ങനെ ടച്ച് ചെയ്യാനായിട്ട്. ഇനിയാണ് അടുത്ത പരിപാടി, ട്വിസ്റ്റിലേക്ക് പോകും. തിന്നായിട്ട് നല്ല കറക്റ്റ് ആ ഒരു എത്രത്തോളം കനം കുറഞ്ഞിരിക്കുമോ അത്രത്തോളം നന്നാവും ക്രിസ്പിനെസ്. അപ്പോൾ അത് അങ്ങനെ തന്നെ കിട്ടും. നമ്മൾ ഉണ്ടാക്കിയാലൊന്നും ഇത്രയും തിന്നാക്കി എടുക്കാൻ പാടാം. ഒരു സ്പ്രിംഗ് റോൾ ഷീറ്റ് എടുത്ത് വയ്ക്കണു. ഇനി ഇങ്ങനെ സൈഡ് വൈസ് ഇങ്ങനെ ഫില്ലിങ് വയ്ക്കാം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ മടക്കാം. അപ്പോൾ കോണോട് കോണാണ്, ഇവിടുന്ന് ഇങ്ങനെ മടക്കുന്നു. എന്നിട്ട് ഈ 2 സൈഡിലായിട്ട് പേസ്റ്റ് പോലെ ആക്കി വെച്ചിരിക്കുന്ന മൈദാമാവ് അല്ലെങ്കിൽ ഗോതമ്പ് മാവ് നന്നായിട്ടിങ്ങനെ തേച്ച് കൊടുക്കുക 2 സൈഡിലും. ഈ സൈഡിൽ നിന്നും അകത്തേക്ക് മടക്കണം. അപ്പോൾ ഈ 2 ഭാഗവും നന്നായിട്ട് പ്രസ്സായിട്ട് വരും. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് ഇങ്ങനെ റോൾ ചെയ്യാം. അപ്പോൾ സൈഡ്സൊക്കെ നന്നായിട്ട് സീൽഡായിട്ടാണ് റോൾ ചെയ്യുന്നത്. ഇനി എൻഡ് പോർഷൻ വരുമ്പോൾ വീണ്ടും കുറച്ച് മൈദ പേസ്റ്റ് ഓർ ഗോതമ്പ് മാവിൻ്റെ തേച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്യാം. നല്ലൊരു സ്പ്രിംഗ് റോൾ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടും. സൈഡ് ടു സൈഡ് ഫില്ലിങ്. നമ്മളൊരു ട്രഡീഷണൽ സ്വീറ്റിനെ കുറച്ച് മോഡേണൈസ് ചെയ്ത് സ്റ്റൈലാക്കുകയാണ്. ട്വിസ്റ്റാണ്, ഇതാണ് ഒരു വലിയ ട്വിസ്റ്റായത്. ഇങ്ങനെ കവർ ചെയ്യാം. ഓക്കെ, ഇനിയാണ് സൈഡ്സിൽ പേസ്റ്റ് തേച്ച് കൊടുക്കുക. ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡും ഉള്ളിലേക്ക് തേച്ച് കഴിഞ്ഞാൽ മടക്കിയിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ടൈറ്റായിട്ട് റോൾ ചെയ്യണം. ഫില്ലിങ് നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം. കുറച്ച് ഫില്ലിങ് മതിയെങ്കിൽ അങ്ങനെ, കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ. കൂടുതൽ ഫില്ലിങ് കൊടുക്കുകയാണെങ്കിൽ ഈ സ്പ്രിംഗ് റോൾസിൻ്റെ വണ്ണം കുറച്ചുകൂടി കൂടുതൽ കാണും. തിന്നാണെങ്കിൽ കുറച്ചുകൂടി സിഗരറ്റ് ടൈപ്പായിട്ട് വേണമെങ്കിൽ ആ ഒരു തിന്നായിട്ടുള്ള രീതിയിലും ചെയ്യാം. ഇതിപ്പോൾ കുഴപ്പമില്ല, മോഡറേറ്റ്
ആയിട്ടുള്ള ഫില്ലിങ്ങാണ് ഞാൻ വെച്ചിരിക്കുന്നത്. സീ ദിസ് റെഡി. അങ്ങനെ ഈസി എളുപ്പത്തിൽ തന്നെ നമ്മളുടെ ട്വിസ്റ്റോട് കൂടിയ മുന്തിരിക്കൊത്ത് റെഡി. ദാറ്റ് ഇസ് മുന്തിരിക്കൊത്ത് റോൾസ്. ഇനി ഇതെന്താ ചെയ്യേണ്ടത്? ഇനി ഒരു പരിപാടിയില്ല. നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ടിട്ട് കരിപ്പായിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്തെടുക്കണം. സ്വിച്ചിൻ്റെ ഈ ഒരു സ്പ്രിംഗ് റോൾ ഷീറ്റ്സ് വെച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ഒരു കറക്റ്റ് എന്താ പറയുക, ആ തിന്നൊക്കെ അത് കറക്റ്റ് അല്ലേ? അപ്പോൾ അതിനി വറുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് എത്ര നന്ന പെർഫെക്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ വറുക്കാമല്ലോ അല്ലേ? എണ്ണ ചൂടാക്കട്ടെ. ഇനി നമ്മുടെ മുന്തിരിക്കൊത്ത് റോൾസ് വറുക്കാനായിട്ട് ആവശ്യമുള്ള എണ്ണ ചൂടാക്കാനായിട്ട് വയ്ക്കാം. ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് ആവശ്യത്തിന് മുങ്ങിക്കിടക്കാൻ ആവശ്യമുള്ള എണ്ണ വേണം. അപ്പോൾ എണ്ണ നല്ല ചൂടായി. ഇനി നമുക്ക് മുന്തിരിക്കൊത്ത് റോൾസ് വറുക്കാനായിട്ട് ഇടാം. അപ്പോൾ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ഇങ്ങനെ എടുക്കുക. ക്രിസ്പി അങ്ങനെ ഫസ്റ്റ് ലോട്ട് വറുത്ത് കഴിഞ്ഞു. നല്ല കരിപ്പായിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ മുന്തിരിക്കൊത്ത് റോൾസ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രഡീഷണൽ ഐറ്റമാണ്, പലഹാരം. ഓണക്കാലത്തേക്കൊക്കെ പറ്റിയ പലഹാരമാണ്. അത് നമ്മളൊരു ട്വിസ്റ്റോടുകൂടി ഒരു മോഡേണൈസ്ഡ് സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരിക്കലും ആരും എക്സ്പെക്റ്റ് ചെയ്തില്ല. എന്നുവെച്ചാൽ കഴിക്കുന്ന സമയത്തേ അറിയുള്ളൂ ഇതിനകത്ത് ഫില്ലിങ് വ്യത്യാസമാണല്ലോ. ഒരു സ്പ്രിംഗ് റോൾ പോലെ എടുത്ത് കഴിക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ്, ഒരു തനി നാടൻ പലഹാരത്തിൻ്റെ രുചി കിട്ടും. അപ്പോൾ ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു അളവിൽ നിന്നും ഏകദേശം ഒരു 60ഓളം ഇതുപോലെ സ്പ്രിംഗ് റോൾസ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിൻ്റെ കരിപ്പ് നോക്കിയേ, ഇതിങ്ങനെ തട്ടുമ്പോൾ തന്നെ അറിയാമല്ലോ. ഇനി ഇതിൻ്റെ ടെക്സ്ചർ അതാണെന്ന് മനസ്സിലായി. ഇനി ഇതിൻ്റെ ഇൻസൈഡ് അടിപൊളി. ഇതിനകത്ത് കണ്ടോ, ഇതാണ് നമ്മുടെ മുന്തിരിക്കൊത്ത് റോൾസ്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഹായ്, ഹലോ, ഇത് ആരൊക്കെയാ? വരാം മൂക്കുറക്കം വന്ന് തുടങ്ങിയ ഹലോ. ഇരുന്നാട്ടെ. ഇതിപ്പോൾ നമ്മുടെ നെയ്ബർ തന്നെയാണ്, തൊട്ടപ്പുറത്താണ്. വളരെ സന്തോഷം. കുറേ ദിവസം കഴിഞ്ഞ് കാണുകയാണ്. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്കല്ലേ വരുന്നുള്ളൂ, അതാണ്. ഹലോ. ഓക്കെ, അപ്പോൾ കുറച്ച് പലഹാരങ്ങൾ എന്തായാലും കഴിച്ചിട്ടേ പോകുള്ളൂ. ഞാൻ എടുത്തിട്ട് വരാം. ഓക്കെ. അങ്ങനെ ഓണക്കാലമായാൽ സന്തോഷമാണ്. ഇങ്ങനെ ആൾക്കാരൊക്കെ വരും, നമ്മുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ. അപ്പോൾ പലഹാരങ്ങളൊക്കെ കൊടുക്കാമല്ലോ. എനിക്കിങ്ങനെ നിങ്ങൾ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതൊക്കെ വലിയ ഇഷ്ടമാണ്. ഇന്നൊരു സ്പെഷ്യലായിട്ടൊരു ട്വിസ്റ്റോട് കൂടി ഒരു സംഭവം ഉണ്ടാക്കിയിരിക്കുകയാണ്. കഴിച്ചിട്ട് അഭിപ്രായം പറയണം. വന്ന വഴിക്ക് നമ്മൾ ആലത്തൂരിൽ നിന്ന് കുറച്ച് ചിപ്സും മേടിച്ചു. അതും വളരെ ഫേമസ് ആണ് അവിടെ, നമ്മുടെ ബനാന ചിപ്സ്. അമ്മതാ. ഓക്കെ. ക്രഞ്ചി. കരിപ്പൊക്കെ ഉണ്ടല്ലേ. നല്ല ഷീറ്റ്സാണ്, നല്ല കവറിങ് ആണ്, നല്ല ഫില്ലിംഗ് ഒക്കെ ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് സ്വിറ്റ്സ് കൊണ്ട് ഇതുപോലെ വ്യത്യസ്തമായ ട്വിസ്റ്റോട് കൂടിയുള്ള വിഭവങ്ങൾ തയ്യാറാക്കുക. എന്നിട്ട് നിങ്ങളുടെ റിലേറ്റീവ്സിനെയും ഫ്രണ്ട്സിനെയൊക്കെ സർപ്രൈസ് ചെയ്യുക. അപ്പോൾ ഇത് മറ്റൊരു അവസരമാണ്. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള വിഭവങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഓണക്കാലം, ഒരു ഫെസ്റ്റിവൽ സമയമല്ലേ, അപ്പോൾ പരീക്ഷണങ്ങളുടെ സമയം കൂടിയാണ്. ഉണ്ടാക്കിയിട്ട് ട്രഡീഷണലിനെ ട്വിസ്റ്റോട് കൂടി അവതരിപ്പിക്കുക. അപ്പോൾ ഇഷ്ടമായി തന്നെ വിചാരിക്കട്ടെ. അപ്പോൾ വളരെ സന്തോഷം. ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ അഡ്വാൻസ് ഹാപ്പി ഓണം. ഹാപ്പി ഓണം.